ഹായ് ഫ്രണ്ട്സ്, ഷൈനിക സ്റ്റാർട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പ്രപഞ്ചം നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ക്യൂൻ ഓഫ് സോർട്സ്. നിങ്ങളിപ്പോൾ ഒരു റൗണ്ട് ഇട്ടിട്ട് നിങ്ങളവിടെ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നമുക്ക് ചുറ്റും ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ അടുത്ത് ഇങ്ങനെ ആണെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിൽ ഇരിക്കുന്ന എനർജി. അതായത് നിങ്ങൾ കുറേ വേദനിച്ചിട്ടുണ്ട് ജീവിതത്തിൽ, കുറേ നിങ്ങൾ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നൊക്കെ ഒരുപാട് നിങ്ങൾ വേദന അനുഭവിച്ച് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട, വിശ്വസിച്ചതെല്ലാം തെറ്റായി പോയി അങ്ങനെയൊക്കെ ആരെയൊക്കെ സ്നേഹിച്ച് വിശ്വസിച്ചിരുന്നോ അവരിൽ നിന്ന് തന്നെ ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചു. എനിക്കിനി അങ്ങനെ അനുഭവിക്കാൻ വയ്യ. എന്നെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തവർ മാത്രം മതി എൻ്റെ ലൈഫിലെന്ന് നിങ്ങളൊരു ലക്ഷ്മണ രേഖ വരച്ച് അതിനുള്ളിൽ ആര് വരണം ആര് വരണ്ട ആരെങ്ങനെ സംസാരിക്കണമെന്നൊക്കെ നിങ്ങളൊരു വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഇരിക്കുന്നത്, ഇനി എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Queen of Wands, Ten of Wands, the Tower, okay, Five of Swords, the Chariot, King of Cups, Three of Cups, the World, Six of Pentacles, Ten of Cups. ബോട്ടത്തിൽ സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ആൾറെഡി പറഞ്ഞു ക്യൂൻ ഓഫ് സോർട്സ് എന്ന്, അത് സമാനമായ കാർഡാണ് വീണ്ടും വന്നിരിക്കുന്നത്, ക്യൂൻ ഓഫ് വാണ്ട്സ്. നിങ്ങൾ ഒരുപാട് പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഇമോഷൻസിന് മാത്രം അടിമപ്പെട്ട് വളരെ എപ്പോഴും ഒരു സെൻസിറ്റീവായിട്ട് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ടെൻഷനായി സ്ട്രെസ്സായി മറ്റുള്ളവരെ ചേസ് ചെയ്ത് മറ്റുള്ളവരെന്നെ സ്നേഹിക്കണം, എന്നെ അക്സെപ്റ്റ് ചെയ്യണം, എനിക്ക് പ്രാധാന്യം തരണമെന്നും അവരുടെ പുറകെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നിങ്ങളിലേക്ക് തിരിയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്ന എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ആൾറെഡി കരിയറിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ ഒരു നല്ല ഒരു പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നു. ഇപ്പോൾ നേരത്തെ പല കാര്യങ്ങളുടെയും പുറകെ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, മറ്റെന്തിലൊക്കെയാണ് സുഖം സന്തോഷം എന്ന്. പക്ഷേ ഇപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. അല്ല, നിങ്ങൾ വർക്കൊന്നും ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും നിങ്ങൾ മുൻതൂക്കം കൊടുത്ത് മുമ്പോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആരുടെയും പുറകെ പോകാതെ എനിക്ക് ഞാൻ മതി, എനിക്ക് ഞാൻ ഇനഫാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന എനർജിയാണ്. ഇവിടെ കുറേ പ്രശ്നങ്ങളിലൂടെ കുറേ സങ്കടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ സഹിച്ചു നിന്നിട്ടുണ്ട് ഒരുപാട്. കാരണം നിങ്ങൾ മറ്റെന്തോ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, എനിക്കത് കിട്ടിയാലേ ഞാൻ സന്തോഷിക്കുമെന്ന്. അങ്ങനെ ഒരുപാട് ചേസിങ് എനർജിയിലാണ് ഇതുവരെ നിങ്ങൾ നിന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം അങ്ങനെ നിങ്ങൾ പോയി നിങ്ങൾക്ക് എന്തും ദുഃഖവും പ്രശ്നവും അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഭാരമാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ പ്രാക്ടിക്കലാവാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് പേരൊക്കെ അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് പേര് അതിൽ എത്തിയിട്ടുണ്ടാവും, കുറച്ച് പേര് അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും നിങ്ങൾക്കിപ്പോൾ മനസ്സ് തന്നെ നിങ്ങൾക്ക് അത്രയും ഒരു എല്ലാം ഒന്ന് ഇറക്കി വെച്ച് മതിയാക്കി എൻ്റെ ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ടവറാണ് വരുന്നത്. എന്തായാലും അതെല്ലാം എൻ്റെ ആവും തന്നെയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മാനസികമായ അത്രയും ഒരു സ്ട്രെസ്സായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ. എത്രയൊക്കെ അതിൽ നിന്ന് മാറണം, ഇറങ്ങണം, പുറത്ത് വരണമെന്ന് ആഗ്രഹിച്ചാലും ഇതുവരെ പറ്റാതെ നിന്നുവെങ്കിൽ ഇനിയാണ് നിങ്ങൾക്ക് അതിലൊരു എൻഡിങ് വരും എന്നാണ് കാണുന്നത്. അത് മാറും എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ, അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. കുറച്ച് പേർക്ക് അത് കരിയറിൻ്റെ കാര്യത്തിലാവാം. എന്തായാലും വലിയൊരു മാറ്റം വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക്. കാരണം സിക്സ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ്.
ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും പിന്നിൽ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ഫ്യൂച്ചർ, സന്തോഷം, സമാധാനം, നല്ലൊരു ഫ്യൂച്ചറിനെ നോക്കി പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ പോകുമെന്നാണ് കാണുന്നത്. ഇതുവരെ നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചെങ്കിലും നിങ്ങൾക്ക് കഴിയാതെ നിന്നിട്ടുണ്ട് നിങ്ങൾ. എന്നാൽ അത് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകും എന്ന്, അതിലൊരു പ്രോഗ്രസ് ഉണ്ടാകും എന്നാണ് കാണുന്നത്. അത് ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും സിറ്റുവേഷൻസ് ആയാലും കരിയറിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകും എന്ന ചാരിയറ്റും വന്നിട്ടുണ്ട്. ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ ഫോക്കസ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് കാണുന്നത്. ഇവിടെ ഒരു 2 ചോയ്സിൻ്റെ കാര്യവും കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു 2 ചോയ്സിൽ പെട്ട് നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ചൂസ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ എന്താണ് വേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ പോകുന്ന റൂട്ട് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നിങ്ങളൊരു ഡബിൾ സ്റ്റാൻഡിൽ നിങ്ങൾ പെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്കത് അത്രയും ഒരു ഭാരമായി, താങ്ങാൻ വയ്യാത്ത ഒരു വേദനയായി, ഒരുപാട് സ്ട്രെസ്സ്, ടെൻഷൻ അങ്ങനെയൊക്കെ പെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു വലിയ ചേഞ്ച് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു. ഒന്നിനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ കറക്റ്റ് ആയ കാര്യത്തിന് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ കഴിയും എന്നാണ് കാണുന്നത്. നമ്മുടെ ഇൻറ്റ്യൂഷൻ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ചെയ്യൂ എന്ന്. പക്ഷെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതും ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നിനെ ആയിരിക്കും. അത് കിട്ടിയാലേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഇപ്പോൾ ഇനി അങ്ങോട്ട് അതിനെയൊക്കെ അവസാനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അത് വളരെ ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും എന്നാണ് കാണുന്നത്. ഇവിടെ കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ തന്നെ അതിൽ നിങ്ങൾ വളരെ മാനിക്കപ്പെടും. നിങ്ങൾ സക്സസ് ആവും. വലിയൊരു മറ്റുള്ളവർ മാനിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾ എത്തിച്ചേരും. അത് കരിയറിൻ്റെ കാര്യത്തിലായാലും ലൈഫിൻ്റെ കാര്യത്തിലായാലും കുറച്ച് പേർക്ക് നിങ്ങളുടെ മൈൻഡിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്കൊരു നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് കിട്ടും നിങ്ങൾക്ക്. അങ്ങനെ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് വരും. നിങ്ങളുടെ ലൈഫിൽ കരിയറിൻ്റെ കാര്യത്തിൽ ആണ് നിങ്ങളിങ്ങനെ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പ്രൊമോഷൻസ്, ഇതുവരെ നിങ്ങൾക്ക് ആരും മാനിക്കപ്പെടാതെ നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിൽ ഒരു സക്സസ് കിട്ടാമെന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ഹൈ ലെവലിൽ എത്താൻ പറ്റും എന്നാണ് കാണുന്നത്. അങ്ങനെ നിങ്ങൾ ആ ഒരു മൈൻഡിൽ എത്തുകയും നിങ്ങൾക്കിവിടെ വരാൻ പോകുന്ന 3 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെലിബ്രേഷൻ വരും. നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം, ഇതുവരെ ഒന്നിലും സന്തോഷിക്കാൻ പറ്റാതെ നിങ്ങൾ നിന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ ലൈഫിൽ അപ്പോഴും നമ്മൾ അത്രയും വേറെ എന്തോ കിട്ടിയാലേ ഞാൻ സന്തോഷിക്കുക, അത് കിട്ടിയാലേ അത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് അതിൽ തന്നെ പിടിച്ച് അത് ഭാരമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റാതിരുന്നത്. പക്ഷേ ഇനി അങ്ങനെയല്ല. നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. എല്ലാവരോടൊപ്പം ചേർന്ന് സന്തോഷിക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് കാണുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് കൊണ്ടുതരും. കാരണം എന്താണെന്ന് വെച്ചാൽ വേൾഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതുവരെ ഇതൊരു കാർമിക് സൈക്കിൾ കൂടെ ആയിരിക്കാം. ആ ഒരു കാർമിക് സൈക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ എൻഡ് ആകുന്നു എന്നാണ് കാണുന്നത്. നമ്മളൊരു ലൂപ്പിൽ പെട്ട് ഇങ്ങനെ ഒരേ പാറ്റേൺ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മാനസികമായി നമുക്ക് അതിൽ നിന്ന് പുറത്ത് വരണമെന്ന് വിചാരിച്ചാലും പറ്റാതെ നിങ്ങൾ ചിലപ്പോൾ നിന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചാലഞ്ചസ് ഇങ്ങനെ വീണ്ടും വന്ന് നിങ്ങളെ ഒരു സക്സസ്സിൽ എത്താൻ കഴിയാതെ നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു വലിയ ഷിഫ്റ്റാണ് വരാൻ പോകുന്നത്. ഒരു ചേഞ്ച് വരും. ഒരു പോസിറ്റീവ് ചേഞ്ചാണ് വരാൻ പോകുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഒരു വിജയം വരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കിട്ടും. നിങ്ങൾ അംഗീകരിക്കപ്പെടും. നിങ്ങൾക്ക് വേണ്ട അംഗീകാരം കിട്ടും. നിങ്ങളോട് പലരും ചിലപ്പോൾ പല കാര്യങ്ങളും ഷെയർ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഷെയർ ചെയ്യാൻ തുടങ്ങും. മണിയുടെ കാര്യത്തിലാണ് നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ നിങ്ങൾക്ക് മണിയും അബണ്ടൻസും ഒക്കെ നിങ്ങളുടെ വരും. കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സക്സസ് വരും, പുരോഗതി വരും എന്നാണ് കാണുന്നത്. എനർജിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് 10 ഓഫ് കപ്സ് ആണ് വരുന്നത്. നമ്മൾ എന്താണോ തേടുന്നത് അത് നമ്മളെ തേടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതുവരെ നമ്മൾ മറ്റുള്ളവരെ ചേസ് ചെയ്തിരുന്നെങ്കിൽ ഇനി എൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്തുമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ വന്നു. ഞാൻ മതി, ഞാൻ ഹാപ്പി ആവും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം മാറാൻ തുടങ്ങും. നിങ്ങൾക്ക് 10 ഓഫ് കപ്സ് ആണ്. ഒരു ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ,
എന്തെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടുകൾ ശരിയില്ലാതിരുന്നെങ്കിൽ അവിടെ ഒരു ഹാപ്പിനെസ്സും സന്തോഷവും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരും. നിങ്ങളുടെ മൈൻഡിൽ ഇതുവരെ ഒന്നിലും സന്തോഷിക്കാൻ പറ്റുന്നെങ്കിൽ അവിടെ എല്ലാറ്റിലും സന്തോഷിക്കാനും എല്ലാറ്റിനെയും നിങ്ങൾക്ക് സ്വീകരിക്കാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുവരെ നിങ്ങൾക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴാണോ ഒരു എല്ലാത്തിനെയും ഇതെൻ്റെ കർമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കേണ്ടതാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അവിടെ നമ്മുടെ കർമ്മ ക്ലിയർ ആവാൻ തുടങ്ങും. ആ കാർമിക് സൈക്കിൾ എൻഡ് ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ്സും ആ ഒരു എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോയി നിങ്ങൾക്ക് അനുകൂലമായി മാറാൻ തുടങ്ങില്ല. ബോട്ടത്തിൽ വന്നിരിക്കുന്ന 6 ഓഫ് കപ്സ് ആണ്. 6 ഓഫ് കപ്സ്, 8 ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്. ഇതെല്ലാം പറയുന്നത് നമ്മൾ ആ ഒരു പഴയ കാര്യങ്ങളെ എല്ലാം വിട്ടിട്ട് മൂവ് ഓൺ ചെയ്യുന്ന കാർഡാണ് ഇവിടെ. എല്ലാം പിന്നിൽ ഉപേക്ഷിച്ചിട്ട് ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളെ ആയിരിക്കും നമ്മൾ ഈ നേരത്തെ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. എന്താണോ വേണ്ടത്, ഇനി എന്താണോ വേണ്ടത് അതിന് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോകുമെന്നാണ് കാണുന്നത്. ആ പഴയ ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും പിന്നിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിനെ നോക്കി നിങ്ങൾ മുമ്പോട്ട് പോകുന്ന കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീണ്ടും ഇവിടെ 9 ഓഫ് കപ്സ് ആണ്. നമ്മൾ ഇതുവരെയുള്ള എല്ലാറ്റിനെയും വിട്ടിട്ട് സന്തോഷിക്കുന്ന, ഇപ്പോഴുള്ള കാര്യങ്ങളിൽ സന്തോഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ മൈൻഡ് ഇതുവരെ വേറെയുള്ള കാര്യങ്ങൾ സ്റ്റക്കായി നിന്നെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് സമാധാനപൂർണ്ണമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും എന്നാണ് കാണുന്നത്. അതിനുള്ള സിറ്റുവേഷൻസും ഈ പ്രപഞ്ചം നിങ്ങൾക്ക് തരുമെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.